നിസ്കരിക്കണം. സുന്നത്ത് നമ്മൾ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ കുട്ടികൾ പറയുകയാണെങ്കിൽ സ്വന്തം പിതാവ് പറയാണ്, മാതാവ് പറയും, ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കണ്ട, ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കാൻ സമയമല്ല, ഈ നേരം മഞ്ചേരിക്ക് വരാൻ ആവശ്യമുണ്ട്. അപ്പൊ ഈ മോൻ പറയണം, അല്ലമ്മ, റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണ്ടേ? റസൂൽ നമുക്ക് സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ലേ? ചെയ്യണ്ടേ? റസൂൽ പറഞ്ഞ മാതിരി നമുക്ക് ജീവിക്കണ്ടേ? അതല്ലേ റസൂൽ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഉമ്മാനെ പറയുന്നതിന് എതിർത്തുകൊണ്ട് ഈ കുട്ടി പ്രവർത്തിക്കണം, അമല് ചെയ്യണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആര് പറഞ്ഞാലും റസൂലുള്ള പറഞ്ഞതിനെ എതിർക്കാൻ പറ്റില്ല. റസൂല് പറഞ്ഞ മാതിരി പോകണം. ആര് പറഞ്ഞാലും അവരൊക്കെ ഒഴിവാക്കിയിട്ട് റസൂലിന്റെ സുന്നത്തിനെടുക്കണം. അതാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ലവരായി ഇവിടെ ജീവിച്ച് നാളെ നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെട്ട് റഹ്മാനായ തമ്പൻ നമ്മൾ സൃഷ്ടിച്ച ഖാലിഖുൽ ഖുദ്ദൂസിനെ കൺകുളിർമെന്ന് നമ്മൾ കണ്ട് ആ ഭംഗിയുള്ള അള്ളാഹുവിനെ കാണൽ നമുക്ക് എത്ര സന്തോഷമാണ്. നോമ്പുകാരന്റെ സന്തോഷം അതല്ലേ? നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം, പിന്നെ നാളെ ആഖിറത്തിൽ അള്ളാഹിനെ കാണുന്ന സന്തോഷം, വലിയ സന്തോഷമാണത്. അതിന് നമ്മൾ ജീവിക്കണം. അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളല്ലോ. അള്ളാഹിനെ കാണാതെ ഇവിടുന്ന് സ്വർഗം കിട്ടുന്നു. അപ്പൊ അള്ളാഹുവിനെ കൺകുളിർമ കണ്ട് സന്തോഷിക്കണം, നമ്മൾ ജീവിക്കണം. അപ്പൊ നമ്മുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തരത്തിലാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടണം, ആഖിറത്ത് രക്ഷപ്പെടണം. ദുനിയാവില്ലാതെ ആഖിറത്തേക്ക് പോകണം നമ്മളോട് പറഞ്ഞിട്ടില്ല. ദുനിയാവ് നോക്കണം. അതിൽ നിന്ന് ദുനിയാവ് എങ്ങനെ നോക്കണം? അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത്, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെടുത്തുകൊണ്ട് പരിപൂർണമായി പറഞ്ഞതുപോലെ ഹക്കായിട്ട് ജീവിച്ചു പോയാൽ നാളെ നമുക്ക് ആഖിറം കിട്ടും, അള്ളാഹിനെ കാണാൻ, പരിശുദ്ധ സ്വർഗം കിട്ടും. അതാണ് അതിനുള്ള ഒരു വഴി, ഒരു സന്ദർഭമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ജീവിതം പരിപൂർണവും പരിശുദ്ധവും സമ്പൂർണമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് പാരമ്പര്യം. പാരമ്പര്യം അതാണല്ലോ. ലാ യസ്ലഹു ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ മാ സലഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിന്റെ അവസാനത്തെ കണ്ണി എന്തുകൊണ്ടേ നന്നാവുകയുള്ളൂ, ആദ്യത്തെ കണ്ണി എന്തുകൊണ്ടാണോ ഒന്ന് അതുകൊണ്ടല്ലാതെ. അപ്പൊ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലമാണ്. പിന്നെ താബിഈങ്ങളുടെ കാലമാണ്. അങ്ങനെയുള്ള 300 നൂറ്റാണ്ട് യഥാർത്ഥമുള്ളവരായ ആ ഒരു സിൽസില, ആ താവഴിയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. നമ്മൾ വ്യതിചലിക്കാൻ പറ്റൂല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സ്വാഗതപ്രസംഗം സൂചിപ്പിച്ചതുപോലെ വിദഗ്ധത്തിന്റെ ആളുകൾ നമ്മൾ എതിർത്തുകൊണ്ട്, അപ്പൊ 1400 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചിട്ട, ആ പരിപൂർണമായ വഴി നമ്മൾ തുടർന്നിങ്ങനെ പോരുമ്പോ ആ അറിവ് കൊണ്ട് നമ്മളിങ്ങനെ പോരാ. ഒരു 60-65 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ അറിവ് ഇടുന്ന പുതിയ നബി വന്നു. പുതിയ നബി വന്നിട്ടില്ലല്ലോ, പുതിയ ഖുർആൻ വന്നിട്ടില്ലല്ലോ. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പരിശുദ്ധ ഖുർആൻ സുന്നത്ത് യൗമുൽ ഖിയാമ വരെ നിലനിൽക്കും. അതാണ് പാരമ്പര്യം. ആ പാരമ്പര്യം നമ്മൾ ഉറച്ചു നിൽക്കണം. 60-65 വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ വന്നിട്ട് ഇന്നമാര് അത് ചെയ്യുന്നൊക്കെ ഷിർക്കാണ്, തെറ്റാണെന്ന് പറയാൻ എന്ത് അധികാരം അവർക്കുള്ളത്? അവരെ വാപ്പ വല്യാപ്പാരൊക്കെ എങ്ങനെ പോകുന്നത്? കുറുക്ക് വഴി കൂടെ പോവാ. അതല്ല നമ്മൾ ആവശ്യം. അതാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ജീവിക്കാൻ വേണ്ടി കോലം കെട്ടുകയും അത് നമുക്ക് പറ്റൂല. അപ്പൊ നല്ല വഴി കൂടെ തന്നെ പാരമ്പര്യ വഴി പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്കത് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ ദൂരിപ്പിക്കുന്ന, എനിക്ക് സുഖമില്ല, തൊണ്ടവേദനയൊക്കെയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതലും പേരിൽ സാലിയാമലാക്കി തരട്ടെ. അള്ളാഹിന്റെ റസൂലുള്ളാഹിനെ മഹബത്തെ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. യഥാർത്ഥമായ ജീവിതം നയിച്ച് നമ്മുടെ മക്കൾ, കുട്ടികൾ, നമ്മളെ കുടുംബം, നമ്മളെ വീടിനെ നമ്മൾ സംസ്കരിക്കണം. അയൽവാസികൾ സംസ്കരിക്കണം. മഹല്ലത്തിനെ സംസ്കരിക്കണം. അതാണ് ഏറ്റവും നല്ല ജീവിതം. അങ്ങനെ നമ്മളെ കുറ്റമറ്റവരായി ജീവിക്കണം, ഐക്യത്തോടുകൂടി. ഐക്യം മറ്റു നബിമാർക്കൊന്നുമില്ല. അള്ളാഹിന്റെ റസൂൽക്ക് അള്ളാഹു നൽകപ്പെട്ട അലംഘനീയമായ വിധിയാണ് ഇസ്ലാമിക ഐക്യം. ഐക്യം വലിയ പ്രാധാന്യമാണ്. ഇന്ന് നോക്കിങ്ങൾ ലോകത്ത് ഐക്യത്തിന്റെ കുറവുകൊണ്ട് നമ്മൾ എത്ര ക്ഷീണത്തിലാണ്. ലോക മുസ്ലിമീങ്ങളൊക്കെ അരിഞ്ഞരിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുക. യമനില്, സിറിയയില്, ബർമയിലൊക്കെ നോക്കിങ്ങൾ. എന്താ കാരണം? ഐക്യമില്ലാത്തതുകൊണ്ട്. ആരാ എതിർക്കാനുണ്ട്? ആരും പറയില്ല. ബർമയിൽ അതൊക്കെ കൊന്നുകൂട്ടണം അവര്. ഒരാൾ എതിർക്കണില്ല. മുസ്ലിമീങ്ങളെ ദിവസക്കണക്കിൽ കൊന്നരിഞ്ഞു കൊല്ലുക. ആരാ എതിർക്കാനുള്ളത്? ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അള്ളാഹുവിന്റെ നാട് കേരളം. ആരോ പറയല തെങ്ങിന്റെ നാടാണെന്ന്. സംഗതി ശരിയാ. എത്ര കേരളത്തെ പോലെ നല്ലൊരു നാടുകൾ ദുനിയാവിൽ എവിടെയും പറഞ്ഞു ഇല്ല, എവിടെയില്ല. രാജകീയ ഭരണം നമുക്കത്ര പറ്റൂല. മറ്റൊരുപാട് ഭരണങ്ങൾ നമുക്ക് പറ്റൂല. സ്വതന്ത്രമായ ഭരണമാണ് നമ്മൾ കേരളത്തിലുള്ളത്. നിർഭാഗ്യവശാൽ പല പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മളൊരു മനുഷ്യന്റെ പ്രകൃതിയോടുകൂടിയുള്ള പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകപ്പെട്ടത് കേരളത്തിലാണ്. എന്താ കാരണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ.
അത് ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലാണ് പോകുന്നത്. റസൂലുള്ളാഹിന്റെ കാലം, സഹാബത്തിന്റെ കാലം, താബി കാലം, അതിങ്ങനെ തുടർന്ന് ഒരു വള്ളിപുള്ളിക്ക് തകരാറ് കൂടാതെ അതിന്റെ നിയമാവലി നാം ജീവിക്കുന്നത്. അതാണ് നമുക്ക് രക്ഷപ്പെടാൻ സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ എത്ര സുരക്ഷിതമായി ജീവിക്കുന്നു. നബിദിനം നടത്താൻ പറ്റുമോ? കൊടി പിടിച്ച് നടക്കാൻ വേറെ എവിടെയെങ്കിലും പറ്റുമോ? ഇവിടെ നമുക്ക് പേടി വരികയാണ്. നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്പൊ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളെ ആളുകൾ കുറച്ച് മാറ്റങ്ങൾ വന്നുപോയി. അപ്പൊ നമുക്ക് കുറച്ച് മാറ്റങ്ങളാണ്. നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള മാറ്റങ്ങളൊക്കെ തിരുത്തി നമുക്ക് കൊണ്ടുവന്ന് പഴയമായി ആക്കാൻ അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ ഇസ്സത്തും അന്തസ്സും അഭിമാനവും കാണിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് തൗഹീദ് കലിമത്തിന്റെ കൊടിക്ക് പിന്നിൽ യൗമുൽ ഖിയാമ വരെ ഒരു തകരാറും കൂടെ ജീവിക്കാൻ അള്ളാഹു കേരളത്തിൽ മാത്രമല്ല ലോക മുസ്ലിങ്ങൾക്ക് മുഴുവനും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ യോഗം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾക്ക് ഇനിയും ദീർഘകാലം നമ്മ മുന്നോട്ട് നയിക്കാൻ സർവശക്തൻ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കിയാറ്റൂർ SYS കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സദസ്സിൽ അടുത്തതായി ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി പട്ടിക്കാട് മഹല്ലിനെ കർമ്മരംഗങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന അഭിമന്യനായ ഖതീബ് മുഹിയുദ്ദീൻ ഫൈളി ആശംസ ഭാഷണം നിർവഹിച്ച് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. മുഹിയുദ്ദീൻ ഫൈളി ഉസ്താദിനെ സർവാദരങ്ങളോടുകൂടി പ്രഭാഷണ പീഠത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ നിങ്ങളാരും എന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് എന്ന് പരിപൂർണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സുദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ വേണ്ടത് തങ്ങളവറുകള് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. കേരളം എന്നാൽ ഖൈറുള്ള എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്തിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതിന്റെ പേര് കേരളം എന്നത് ഖൈറുള്ളയാണ്. എല്ലാ നിലക്കും അങ്ങനെ തന്നെ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ തൊട്ടടുത്ത് നിലകൊള്ളുന്ന ബർമ്മ, അവിടെയുള്ള റോഹിംഗ്യൻ സമുദായം, മുസ്ലിമീങ്ങൾ, റോഹിംഗ്യയിലുള്ള മുസ്ലിമീങ്ങൾ ബഹുമാനികളെ അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? മുസ്ലിമായി എന്ന ഏക അപരാധമല്ലാതെ അവർ ഭൂമുഖത്ത് ചെയ്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങളെ രണ്ട് ഭാഗത്തും കടാരി കുത്തി അവരെ നിഷ്കരുണം വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇത് കണ്ട് ആനന്ദ നൃത്തമാടുകയാ, ഉന്മാദ നൃത്തം മാടിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തന്റെ സ്വന്തം മക്കൾ, സ്വന്തം മാതാവിന്റെ, സ്വന്തം പിതാവിന്റെ മുന്നിൽ വെച്ച് കഠാരി ഇറക്കി, പിഞ്ചു മക്കളുടെ രണ്ട് ഭാഗത്തും രണ്ട് പാർശ്വത്തിലും കഠാരി ഇറക്കി
അവർ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോ ഉന്മാദ ചിത്തരായി അത് കണ്ടുകൊണ്ട് രസിക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹം ബർമ്മയിൽ നിലകൊള്ളുന്നു. എന്താണ് ഇതൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറമെടുക്കുന്നതിന് മുമ്പ് ഏറ്റവും മോശപ്പെട്ട കിരാതമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മുസ്ലിമീങ്ങളെ മുഴുവനും വിശ്വാസം ഹൃത്തടത്തിൽ വിശ്വാസം നെഞ്ചേറ്റിയ ആളുകളെ മുഴുവനും വലിയൊരു കടങ്ങുണ്ടാക്കി അതിലേക്ക് തള്ളി വീഴ്ത്തി കൊലപ്പെടുത്തിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെയാ പറയുന്നത്: വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹകീം വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുമിനൂ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു അപരാധവും അവർ ചെയ്തിട്ടില്ല. റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയല്ലാതെ അന്യരാജ്യത്തിനു വേണ്ടി ഇവിടെ നമുക്ക് ആയുധമൂരാനോ അന്യൊരു രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇല്ലതാനും. അത് അവര് ചെയ്തോളണം. അങ്ങനെയാണ് കിതാബിലൊക്കെ ഉള്ളത്, ഫത്തുൽ മീനിലും അങ്ങനെയാണ് ഫിഖഹിന്റെ കിതാബിലൊക്കെ ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോ, നമ്മുടെ ജില്ലയിൽ വരുമ്പോ, അതല്ലെങ്കിൽ നമ്മുടെ താലൂക്കിൽ വരുമ്പോ കയ്യും കെട്ടിങ്ങാണ് എനിക്ക് ഒച്ചടപ്പാണ്, എനിക്ക് മുക്കൊലിപ്പാണ് എന്ന് പറയാൻ പറ്റൂല. അവിടെ ഇറങ്ങേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഖൈറുള്ള എന്ന് ആദ്യം പറഞ്ഞത്. ഖൈറുള്ള ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരൂല, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് വേണം അതിന്? എന്താണ് അതിന് വേണ്ടത്? റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ, ബർമ്മയിൽ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ അതിഭയാനകമായ ദാരുണമായ ഒരു അവസ്ഥയെ തരണം ചെയ്യണമെങ്കിൽ ജീവിതകാലം മുഴുവനും മുറുകെ പിടിക്കേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത. അവസാന കാലം വരെ, ഖിയാമത്ത് നാൾ വരെ നെഞ്ചേറ്റേണ്ടുന്ന, അത് പ്രാവർത്തികമാക്കേണ്ട, അത് പ്രചരിപ്പിക്കേണ്ട, അത് പ്രാവർത്തികമാക്കേണ്ട ഒരു തത്വസംഹിതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റും യത്തി ഷഹീദ്. ആരെങ്കിലും എന്റെ ചര്യനെ ഈ സമുദായം മോശപ്പെടുന്നൊരവസ്ഥയിൽ അതിനെ ജീവസുറ്റതാക്കിയാൽ 100 രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് അവനെ കാത്തിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഖുർആനിനെ നെഞ്ചേറ്റുക, ഖൈറുള്ള എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അസീസ് സാഹിബ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള്, വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അനവധി പണ്ഡിതന്മാർ എല്ലാം കൊണ്ടും വളരെ വളരെ ബൃഹത്തായ ഒരു വളരെ നല്ല അന്തരീക്ഷം ഈ ഖൈറുള്ളയിൽ നിലകൊള്ളുന്നതാണ്, ഈ കേരളത്തിൽ നിലകൊള്ളുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ നിലകൊള്ളുക. അള്ളാഹുവിന്റെ റസൂല് എന്തൊക്കെയാണ് ചര്യയാക്കിയത്? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ. അലൈക്കും ബിസുന്നത്തി, അലൈക്കും ഒരിക്കലും വിട്ടുവീഴ്ചയില്ല. അലൈക്കും നിർബന്ധമാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അതാണ് അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇൽസമു, അലൈക്കും നിർബന്ധമാക്കുക, ബിസുന്നത്തി എന്റെ ചര്യനെ, വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചാനയിക്കുന്ന ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ചര്യ അത് നിങ്ങൾ പിന്തുടരണം. അതാണ് ശരി. അനാ വസുഹാബി, അനാ മാ അന അലൈഹി വസുഹാബി. നിങ്ങൾ പിന്തുടരേണ്ട ആ ശരിയായ മാർഗം ഏതാണെന്നറിയോ? ഒരു വഴിയാണത്. ഞാനും എന്റെ അനുചരന്മാരും ഏത് വഴിയിലാണ് സഞ്ചരിച്ചത് ആ വഴിയെ ധന്യമാക്കി പോകാൻ നിങ്ങൾ ശ്രമിക്കണം. ആ വഴി ഏതാണെന്നറിയോ? ആ അനുചരന്മാരാണറിയോ? ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഉത്തമരിൽ പെടുത്തുമാറാവട്ടെ. അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
വളരെ സന്തോഷകരമായിട്ടുണ്ട്. അനവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ പരിപാടി നമ്മളെ തേടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ചാരത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പെട്ടെന്ന് സംസാരിക്കും. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, പട്ടിക്കാടാണല്ലോ പരിപാടി നടക്കുന്നത്, പട്ടിക്കാട്ട മൂല്യേര് ഇവിടെ ഉണ്ടല്ലോ, എങ്ങനെ മൂപ്പര് രണ്ട് വർത്താനം പറയാതിരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഈ നിന്നത്. എല്ലാവരും ക്ഷമിക്കുക. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും. ഹലോ. സംഘാടകർ ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലവരായ മുഴുവൻ ദിനീ സ്നേഹികളും ഈ സദസ്സിലേക്ക് വന്നിരുന്നുകൊണ്ട് ഈ വേദിയെ ധന്യമാക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. നിൽക്കുന്ന നല്ലവരായ മുഴുവൻ ആളുകളും പ്രയാസമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ സദസ്സിൽ വന്നിരുന്നുകൊണ്ട് വേദിയെ ധന്യമാക്കണമെന്ന് അറിയിക്കുന്നു. സയ്യിദ് കുടുംബത്തിലെ സാന്നിധ്യം OMS തങ്ങൾ മണ്ണാർമല വേദിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഭാഷണം നിർവഹിക്കുന്നു. സയ്യിദ് അവറുകളെ സർവാദരങ്ങളോടുകൂടി ആശംസാ പ്രഭാഷണത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹ്. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ വന്ദരായ അധ്യക്ഷൻ കുഞ്ഞിത്തങ്ങള്, വന്ദരായ ഉദ്ഘാടകൻ ഫഖറുദ്ദീൻ തങ്ങള്, ഇവിടുത്തെ മുദരിസ് മുഹീദ്ദീൻ ഫൈളി, ഇവിടെ നമ്മളുടെ വേദിയിലുള്ള മറ്റ് മൊയ്തീൻകുട്ടി ദാരിമി തുടങ്ങി നമ്മളുടെ ഇന്നത്തെ പ്രഭാഷണത്തിന് സന്നദ്ധനായിരിക്കുന്ന വന്ദരായ ഹുദവി, മറ്റ് രക്ഷിതാക്കളെ, ഈ സദസ്സിൽ വന്നിട്ടുള്ള സന്നിഹിതരായിട്ടുള്ള എൻ്റെ രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഇവിടെ ഈ നാട്ടിൽ നിന്നും അടുത്ത പരിസര പ്രദേശത്തു നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു വലിയൊരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ആസ്പദപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഈ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അള്ളാഹു ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കട്ടെ. ഈ IT മേഖലയിലെ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഒക്കെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഡെവലപ്മെന്റ് ആയിട്ട് ഇങ്ങനെ വന്നുള്ള പുരോഗമനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ കാലത്തും നമ്മുടെ സഹജീവികളായി മനുഷ്യർ ജീവിക്കുന്നതിൽ മുസ്ലിമീങ്ങളായ ആളുകളെ നബിദിനം ഇസ്ലാമികം അല്ലെങ്കിൽ അനിസ്ലാമികം എന്നുള്ള ഒരു ഭാഷാപ്രയോഗം ഞാൻ വന്നപ്പോൾ കേൾക്കണ്ടായി. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികള് അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തെ പുകഴ്ത്തുക, വാഴ്ത്തുക, സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക എന്നൊക്കെ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കണ കാര്യത. ഏറ്റവും വലിയ മൗലൂദിന്റെ കിതാബ് നമ്മളേക്കൊക്കെ ഖുർആൻ തന്നെയാണ്. അല്ലാന്ന് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം 1,24,000 അമ്പിയാക്കള് എല്ലാവരും സംഭവിക്കണം. അതിൽ 1,23,999 ആളും അമ്പിയാക്കളും അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബി വസല്ലം നബി തങ്ങളെ വാഴ്ത്തിയിട്ടേ ഉള്ളൂ, ആ സ്നേഹം രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ, പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ. അവിടുത്തെ ഹളറത്തിലേക്ക് ഒരു അദബുകേട് പോലും വരാതിരിക്കാൻ സൂക്ഷ്മതയും വറയും പാലിച്ചിട്ട് പോന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നബി അവസാനത്തെ കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതൊരു കാര്യത്തിലും ഈ പ്രപഞ്ചത്തിന് മുഴുവനും സന്ദേശം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് വെറുതെ അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മാലിക്കുൽ മുൽക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന ആ സന്ദേശം അള്ളാഹു റസൂലിക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അള്ളാഹു റസൂൽ ഒരു കാര്യം ആഹ്വാനം ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ റസൂലുള്ളാനെ ഒരാള് സ്നേഹിക്കുകയാണല്ലോ നമ്മൾ ചെയ്യണത്. സാമാന്യം ഞാൻ മങ്കൂലാത്തിലേക്ക് പോകില്ല, മഴക്കൂലാത്ത് കൂടി ചിന്തിക്കുക. ഖുറാനിയും ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കാനും സംസാരിക്കുന്ന ബഹുമുന്നരായ നമ്മുടെ വിലമാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MT വന്നു, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരൊറ്റ കാര്യം ചിന്തിക്കാം. അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോ സ്നേഹിക്കുക, പോട്ടെ ഒരു 15 കിലോ, ഒരു 150 കിലോ സ്നേഹിക്കുക, അതിനപ്പുറം പാടില്ല.
ആക്ച്വലി അബ്സല്യൂട്ട്ലി അതാണ് പെർഫെക്റ്റ്ലി ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഈ വാദങ്ങളുടെ ഒക്കെ മുഖവര ആണായിട്ട് പറഞ്ഞാൽ. അല്ലെങ്കിൽ നീളത്തിൽ മെഷർമെന്റ് നോക്കണം 1.5 മീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററേ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു 100 ലിറ്റർ സ്നേഹിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കണക്ക് കൂട്ടി റേഷൻ കണക്കാക്കുന്ന ഒരു യുക്തിസഹജമായ ഒരു സംഭവത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കാണുന്നത് മുഴുവനും. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ അദബിന്റെ അഹ്ലുകാരാണ്. അദബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1% അദബുകേട് വന്നാൽ 1% സുന്നത്ത് ജമാഅത്തിന് മങ്ങലേറ്റുന്ന ഞങ്ങളൊക്കെ വിശ്വാസം, അഥവാ നമ്മളേക്ക് വിശ്വാസം. 2% അദബുകേട് സംഭവിച്ചാൽ 2% സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മങ്ങലേറ്റു. 98% അദബുകേട് വന്നാൽ മാത്രം കഴിയുമ്പോൾ ശരിക്കും അനലൈസ് ചെയ്ത് ഹരിച്ച് പെരുക്കി കൂട്ടി കിഴിച്ച് നോക്കിയാൽ അദബുകേടായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം അദബുകേട് മാത്രമായിരിക്കും. അങ്ങനെ 100% കാമിലായാൽ പൂർത്തിയായി. അല്ലാതെ ഒന്നും ഇവിടെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഇത് നമ്മളുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ ആളുകൾ ഇങ്ങനെ ആത്മീയമായ ഈ വഴികളാണ് ഏറ്റവും നല്ല വഴിയെന്നും, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അള്ളാഹുവിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കും, അള്ളാഹുവിനെ മാനിക്കുന്നവർ അള്ളാഹുവിനെ മാനിച്ചവരെ മാനിക്കും. ഈ ഒരു ആദർശത്തിൽ നിലകൊള്ളുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ. ഇത് അനിസ്ലാമികമാണെന്ന് അവരുടെ അറിവുകേട് കൊണ്ടോ അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടോ പല ആളുകളും പല ഭാഗത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ എല്ലാവരുടെ വാട്സാപ്പിലും വലിയൊരു വാർത്ത, ഒരു പ്രാധാന്യം കുറിച്ചൊരു വാർത്ത വരെയുണ്ടായി. പരിശുദ്ധ മക്ക ഷെരീഫിലും മദീന ഷെരീഫിലും ഒക്കെ ജനങ്ങൾ ഒന്നായിട്ട് മദീനത്തിനൊക്കെ അന്ന് രാത്രിയും കൂടി നബിദിനത്തിന്റെ അന്ന് പരിപാടിയിൽ സ്റ്റേജിലിരിക്കുമ്പോൾ സന്ദേശം വന്നുകൊണ്ടിരിക്കുക. ഒരു ആഘോഷമായിട്ട് ഇതുവരെ ഇല്ലാത്ത, ഇത്രയും കാലം നടപ്പിലാക്കാത്ത ഒരു വലിയൊരു സംഭവം പ്രാവർത്തികമായിട്ട് അവർ കൊണ്ടുവന്നു. എല്ലാവരും വലിയ ആഘോഷത്തിൽ എല്ലാവരും പങ്കാളികളായി. ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടി കിട്ടിയിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പോ എന്റെ ചെറിയ വായിൽ വലിയ വർത്താനം പറഞ്ഞ സമയം കൊല്ലുന്നില്ല. ഞാൻ എല്ലാ നിലയും എല്ലാ നിലയിലുള്ള ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ആശംസ ഭാഷണം നിർവഹിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ആവേശമായ ഉജ്ജ്വല പ്രഭാഷകനും യുവ പണ്ഡിതനുമായ മൊയ്തീൻ കുട്ടി ദാരിമി അവറുകളാണ്. ഉസ്താദിനെ സർവാദരങ്ങളോടുകൂടി ആശംസാ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫാഹിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ, സാദാത്യങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, അനുജന്മാരെ, ബഹുമാന്യനായ MT അബൂബക്കർ ദാരിമിയും നമ്മുടെ പ്രിയങ്കനായ ഹുദവിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഒരു ആശംസക്ക് ക്ഷണിച്ചതാണ്. എന്തായാലും വിശുദ്ധ റബീഉൽ അവ്വല് വിട പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒത്തുകൂടലിനുള്ള സാഹചര്യം നമുക്കുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു വർഷത്തിൽ 2 തവണയാണ് നമ്മൾ സംഘടിതമായി പ്രത്യേകമായി നമ്മുടെ ഈമാനിന് ഒരു ഊർജം നൽകുന്നത്. ഇടക്കിടക്ക് ഫദക്കിർ ഓർമ്മപ്പെടുത്തണമല്ലോ. സമ്മേളനങ്ങൾ വേണം, കൂട്ടായ്മ വേണം, സദസ്സുകൾ സംഘടിപ്പിക്കണം. അള്ളാഹിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഖുർആനെ സംബന്ധിച്ച്, നിസ്കാരത്തെ സംബന്ധിച്ച് ജനങ്ങളങ്ങനെ ഓർമ്മപ്പെടുത്തുകയും ഓർക്കുകയും വേണം. അതല്ലെങ്കിൽ അതങ്ങനെ അസ്തമിച്ച് ഇല്ലാതെയായി പോകും. നമ്മെ സംബന്ധിച്ചിടത്തോളം 2 മാസം, ഒരു വർഷത്തിൽ പ്രധാനമായിട്ടും 2 മാസം. ഒന്ന് വിശുദ്ധ റമളാൻ മാസം. ആ റമളാൻ മാസത്തിൽ ഖുർആനിലൂടെ, നോമ്പിലൂടെ, തറാവിയിലൂടെ, അന്ന് പ്രവാചകനെ കുറിച്ചുമൊക്കെ പറയുമെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ ഖുർആൻ ചർച്ചക്കെടുക്കുന്നു. നോമ്പും തറാവിയും ഒക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഒരുമിച്ച് കൂടുകയും പഠന ക്ലാസുകളും മറ്റൊക്കെ സംഘടിപ്പിച്ച് റമളാനിൽ ഒരു പ്രത്യേക ആവേശവും ഒരു താല്പര്യവും നമുക്കുണ്ടാകുന്നു. എന്നതുപോലെ ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോഴാണ് വിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് എത്തുന്നത്.
റബീഉൽ അവ്വൽ പിറക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, കുട്ടികള്, കാരണവന്മാര്, നമ്മുടെ പള്ളി, മദ്രസ ഒക്കെ ഒന്ന് ശടകുടഞ്ഞെഴുന്നേറ്റ് അതുവരെ ക്ലബ്ബുകളും ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റും മറ്റു ചർച്ചയിലൊക്കെ പെട്ടിരുന്ന ചെറുപ്പക്കാർ നബിദിനം എന്നൊരു ചിന്തയിലേക്ക്, അതിന്റെ മറ്റു പരിപാടികളിലേക്ക് വരുന്നതോടുകൂടി പള്ളിയും മദ്രസകളും നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് സജീവാകും. അതിന് പറ്റാവുന്ന ഒരു അവസരമാണ് ഈ റബീഉൽ അവ്വൽ, ഈ നബിദിന പരിപാടികളൊക്കെ എന്ന് പറയുന്നത്. നല്ലൊരു കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും റമളാൻ ഒരു 20 കഴിയുന്നതോടുകൂടി അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒരു 27 രാവൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ ഇങ്ങനെ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്കൊക്കെ വല്ലാത്തൊരു സങ്കടം, വിടവാങ്ങാണല്ലോ, ഈ നല്ല മാസം വിടവാങ്ങാണല്ലോ. ഈ കൂട്ടായ്മയും ഈ തറാവീഹും ഈ പരിപാടികളും വയലുകളും സദസ്സുകളൊക്കെ ഇനി ഉണ്ടാകും എങ്കിലും ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ഒരു പ്രത്യേക വിഷമുണ്ടാവാറുണ്ട്. എന്നതുപോലെ തന്നെ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം, ഈ മാസത്തിന്റെ തുടക്കത്തിൽ വലിയ ആവേശത്തോടുകൂടി നമ്മൾ അതിനെ സ്വീകരിച്ചു. ഇപ്പൊ അത് വിടവാങ്ങുകയാണ്. ഈ വിടവാങ്ങുമ്പോ നമുക്ക് ഓരോരുത്തർക്കും പള്ളികളിൽ നിന്ന് കേട്ടിരുന്ന മൗലിദ്, മദ്രസകൾ ഇന്നും നമ്മുടെ മാനത്തമംഗലം മദ്രസയിലെ പരിപാടിയാണ്, പരിസരത്തൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ പ്രവാചകനെ കേൾക്കുക, പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, അതുപോലെ ബോർഡുകളിലൂടെ പ്രവാചകന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ആകെ പ്രവാചകൻ ആത്മീയമായൊരു സാന്നിധ്യം നമ്മുടെ നാടുകളിലൊക്കെ, പ്രവാചകന്റെ ആത്മീയമായ ആ സാന്നിധ്യത്തോടുകൂടി നമുക്ക് ദീനിയായ വിശ്വാസപരമായ ഒരു ഊർജം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഇപ്പൊ അതിങ്ങനെ പടിയിറങ്ങുകയാണ് ഈ വർഷത്തെ റബീഉൽ അവ്വൽ മാസം. അള്ളാഹു തആല അടുത്ത വർഷവും കൂടുതൽ സൗകര്യത്തോടുകൂടി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് അല്ലാഹു നമുക്കൊക്കെ അടുത്ത റബീഉൽ അവ്വൽ സംഗമിക്കാൻ അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ റബീഉൽ അവ്വലിന്റെ സമാപനത്തിനോടനുബന്ധിച്ച് ഈ അവസാനത്തെ സമയത്ത് ഇങ്ങനെ ഒരു റാലി കിയാറ്റൂർ പഞ്ചായത്ത് SYS കമ്മിറ്റി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. ആ പട്ടിക്കാട് റെയിൽവേ ഗേറ്റിന്റെ അവിടുന്ന് ഈ മണ്ണാർമല ജംഗ്ഷൻ വരെ നടന്ന കൂട്ടത്തിൽ കുറെ പ്രായം ചെന്നവരും രോഗികളും ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ അണിനിരന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആവേശത്തോടുകൂടി റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി, യാ നബി ചൊല്ലി, സലാം ബൈത്ത് ചൊല്ലി ഈ റോഡിന്റെ ഓരങ്ങളിലൂടെ അച്ചടക്കത്തോടുകൂടി നടന്നു നീങ്ങിയ ആ കൂട്ടത്തിൽ ഹൃദ്രോഗികളോ കിഡ്നി സംബന്ധമായ, കരൾ സംബന്ധമായി എന്തെങ്കിലും പ്രഷർ, ഷുഗർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പരിപാടിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്കൊക്കെ പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. അവർ വെച്ച ഓരോ കാൽപ്പാടുകളുടെ എണ്ണം കണ്ട് അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ആലിമീങ്ങളോടുകൂടെ, സയ്യിദന്മാരോടുകൂടെ, പിന്നെ നല്ല മുത്തഖീങ്ങളോടുകൂടെ യാ നബിയും സലാം ബൈത്തും ചൊല്ലിയിട്ട് ആ ചുങ്കൻ ജംഗ്ഷനിലൂടെ കവർ ചെയ്ത് ഇങ്ങനെ വരുമ്പോ ആ നടത്തം അക്ഷരാർത്ഥത്തിൽ പ്രവാചകനിലേക്ക് അടുക്കുന്ന, പ്രവാചകനിലേക്ക് ഖൽബിയായിട്ടുള്ള ഒരു അടുപ്പമുണ്ടാക്കുന്ന ഓരോ കാൽപ്പാടുകളാക്കി ആ നടത്തമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മദീനയോട് അടുക്കാൻ പറ്റുന്ന, മദീനയോട് ഖൽബിയായ ഒരു ബന്ധം, ആ പ്രവർത്തനം, ഈ പ്രവർത്തനം കാരണം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക മാസം തന്നെ വേണമെന്നില്ല, പക്ഷേ ഒരു ക്യാമ്പയിൻ അത് സ്വാഭാവികല്ലേ, അത് സ്വാഭാവികല്ലേ. ഇപ്പോ CPM-ന്റെ ആളുകള്, മുസ്ലിം ലീഗിന്റെ ആളുകള്, കോൺഗ്രസിന്റെ ആളുകൾ ഒക്കെ തന്നെ ഇലക്ഷൻ അടുത്ത് വരുമ്പോ അപ്പൊ ഒരു പഞ്ചായത്ത് സമ്മേളനം, താലൂക്ക് സമ്മേളനം, ജില്ലാ സമ്മേളനം, സ്റ്റേറ്റ് സമ്മേളനം, കമ്മിറ്റിയൊക്കെ ഒന്ന് പുതുക്കും. എന്തിന്? വരാനിരിക്കുന്ന ഇലക്ഷനെ അത് ക്രിയാത്മകമായി നേരിടാൻ വേണ്ടി എന്നതുപോലെ ഒരു പുതിയ ഒരു ഉന്മേഷം നമുക്ക് ഈ റബീഉൽ അവ്വലിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് പ്രവാചകനെ കാണേണ്ടത് എന്ന്. അല്ലാഹു ആ നിലക്ക് ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ, ആ പ്രവാചകനെ സ്നേഹിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റ
ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനത്തിന്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഖുർആനിലൂടെ. അള്ളാഹു എത്രമാത്രം സ്നേഹിച്ചു, അള്ളാഹു എത്രമാത്രം ആദരിച്ചു. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ഉപ്പാനെ ബഹുമാനിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഉമ്മാനെ നമ്മൾ അത്രയും ആദരിക്കുക. അതുകൊണ്ടല്ലേ ഉമ്മാന്റെ പേര് പോലും, എന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നാ. ഞാൻ കയറി ചെന്നിട്ട് ആ ഫാത്തിമോ അല്ലെ ഫാത്തിമ നല്ല വിളിക്കല്, ഉമ്മ എന്നാ വിളിക്കല് അല്ലെ. എന്റെ ഉപ്പാന്റെ പേര് മുഹമ്മദാണ്, ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് കയറി ചെല്ലാറില്ല. എന്റെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ? എന്റെ ഉമ്മാന്റെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ? എന്റെ ഉമ്മമ്മാന്റെ വല്യമ്മാന്റെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ല, അതൊരു അദബ് കേടാ. കാരണം അത് അത്രയും ബന്ധം വേണം, അത്രയും ഒരു ബഹുമാനം നമ്മൾ കൽപ്പിക്കണം. നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ വലിയ വലിയ ആലിമീങ്ങള്, ശംസുൽ ഉലമയെ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പോലും പറയില്ല, മുഴുവൻ പറയില്ല. നമ്മളിങ്ങനെ ഒരു ഭാഗപ്പുറം പറയുമ്പോ ഇവിടെ രണ്ടക്ഷരം പറയുമ്പോ അവിടെ ഉണ്ടല്ലോ, അങ്ങനെ രണ്ടക്ഷരം പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരം പറഞ്ഞുകൊണ്ട് പിന്നെ EK അബൂബക്കർ ഇല്ല. എപ്പോഴും നോക്കൊണ്ട് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അവരുടെ പ്രസംഗത്തിൽ ഷെയ്ഖുനാന്നേ പറയുള്ളൂ, ഷെയ്ഖുന ശംസുൽ ഉലമ. അതാണ് ആദരവ്. നമ്മുടെ ഈ പെരിന്തൽമണ്ണയുടെ 4 റോട്ടിലും ചില ഭാഗത്ത് നമുക്ക് കാണാം. താഴക്കോട് റോഡിന്റെ വലത് ഭാഗത്തുണ്ടാകും ഒരു ദർഗ. അത് റോട്ട് കൊണ്ടുപോയി മറമാടിയതല്ല. ഇത്രയും വിശാലമായി പുരോഗമിക്കുന്ന ഹൈവേക്ക് തടസ്സമുണ്ടാക്കണം എന്ന നിലക്ക് ഈ അടുത്ത കാലത്ത് മറമാടിയതല്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഹൈവേ ഇല്ല, റോഡില്ല, പഞ്ചായത്ത് റോഡ് പോലും ഇല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഇടവഴി അല്ലെങ്കിൽ നടവഴിയുടെ വക്കത്ത് അവരിരുന്നിരുന്ന മരത്തിന്റെ അടുത്ത് അങ്ങനെ മറമാടി. പിന്നെ അത് റോഡായി വികസിച്ചു. പക്ഷെ അവരെ പേരെന്തെന്ന് ചോദിച്ചാൽ, നാട്ടുകളിൽ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഒരുപാട് ആളുകൾ സിയാർത്തിയുണ്ട്. എന്താ അവരെ പേര്? MES മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്തുണ്ട് മാലാറമ്പില് മെഡിക്കൽ കോളേജും അവിടെ ക്രിസ്ത്യൻസിന്റെ ചർച്ചും ഒക്കെ വന്നതോടുകൂടിയല്ലേ ജനവാസം ഉണ്ടായത്. അതിന്റെ മുമ്പൊക്കെ ഒറ്റക്ക് പോയിരുന്നിരുന്ന ആളുകളല്ലേ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി ഭജനം ഇരുന്നിരുന്ന ആളുകളല്ലേ. അങ്ങനെ അവര് വഫാത്താകും, അവരുടെ അനുയായികൾ അവിടെ തന്നെ മറമാടും. പിന്നെ അവിടെ റോഡായി. ഇതാ സംഭവിച്ച. അവിടൊക്കെ തന്നെ നമ്മൾ കാണുമ്പോ ചുമരുമൊക്കെ എഴുതി വെച്ചത് ഉപ്പാപ്പ ജാറം അല്ലെങ്കിൽ തങ്ങൾ പാപ്പ ജാറം അല്ലേ, അല്ലെങ്കിൽ ഇന്ന മഹാൻ. പേരില്ലാത്തത് കൊണ്ടല്ലല്ലോ, അവരെ കാലഘട്ടത്തുകാർ അവരെ പേര് വിളിച്ചില്ല. എന്റെ പേര് കൊണ്ട് അഭിസംബോധന ചെയ്യാതിരുന്നത് അദബുകേടാണ്, അത്രയും മഹാനാണ്. ഈ ഒരു ബഹുമാനമാണ് അള്ളാഹു നൽകിയത്. ഈ ഒരു ബഹുമാനമാണ് അള്ളാഹു തആലയും റസൂലുള്ളാഹിനെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ഖുർആൻ ആരിലേക്ക് ഇറക്കി? റസൂലുള്ളാഹിലേക്ക്. റസൂലുള്ളാഹിനോട് ഈ ഖുർആൻ കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൽപ്പന കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോഴും ആകെ റസൂലുള്ളാഹിന്റെ പേര് 4 സ്ഥലത്തല്ലേ പ്രതിപാദിച്ചത്. ആ 4 സ്ഥലത്ത് ഒറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് എന്തുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ല? യാ മുഹമ്മദ് എന്തുകൊണ്ട് പറഞ്ഞില്ല? റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തേണ്ട സ്ഥലത്ത് മാത്രം അനിവാര്യമായ ഘട്ടത്തിൽ വെറും 4 സ്ഥലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ അങ്ങനെയല്ലേ പ്രതിപാദിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരോ? മൂസാ നബിക്ക് അല്ല ഖുർആൻ കൊടുത്തത്. മൂസാ നബിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് മൂസാ നബിയെ പരിചയപ്പെടുത്തണം. പക്ഷേ 4 പ്രാവശ്യം മുഹമ്മദ് എന്ന പേരിനെ പരിചയപ്പെടുത്തിയപ്പോ 136 തവണ മൂസാ നബിനെ പറഞ്ഞില്ലേ അല്ലാഹ്? പറയേണ്ട സ്ഥലത്ത്, പരിചയപ്പെടുത്തേണ്ട സ്ഥലത്തൊക്കെ മൂസ എന്ന് തന്നെ. യാ മൂസ ഖുദിൽ കിതാബ്, യാ മൂസ. അത് പറയാം. തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ മൂസ ചെരുപ്പൂരിട്ട് കയറി. ഇതേതാ പർവ്വതം എന്നറിയോ? 70ഓളം പ്രവാചകന്മാർ നടന്ന പാദസ്പർശനമേറ്റ പർവ്വതാണ്, പരിശുദ്ധമായ പർവ്വതാണ്. അതേ സ്ഥാനത്ത് പർവ്വതത്തിന്റെ പദവിയല്ല, അതിലപ്പുറം അള്ളാന്റെ അടുക്കലേക്ക് ചെന്നപ്പോ റസൂലേ ചെരുപ്പൂരണ്ട. ഇതല്ലേ ചരിത്രങ്ങള്. മൂസാ നബിന്റെ 136 തവണ പറഞ്ഞപ്പോ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ വളരെ ചെറിയ ചുരുക്കം ചില ചരിത്രങ്ങളെ ഖുർആനിലുള്ളൂ. പക്ഷെ എല്ലായിടത്തും ആദം അലൈഹിസ്സലാം 25 തവണ ആവർത്തിച്ചു പറഞ്ഞില്ലേ? പോരാ, മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 69 തവണ ആവർത്തിച്ചില്ലേ? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ 43 തവണ പറഞ്ഞപ്പോ എന്തേ റസൂലുള്ളാഹിന്റെ പേര് യാ അയ്യുഹൻ നബിയ്യു എന്നുള്ളവർക്ക് എന്തേ മുഹമ്മദ് പേരറിയാത്തത് കൊണ്ടാണോ? മുദ്ദസ്സിർ എന്ന് പറഞ്ഞുകൊടുത്ത്, മുസമ്മിൽ എന്ന് പറഞ്ഞുകൊടുത്ത് എന്തേ പേരറിയാത്തത് കൊണ്ടാണോ? അല്ല, നമ്മൾ ഉമ്മാന്ന് വിളിക്കുന്നത് പോലെ
നമ്മൾ ഉസ്താദേ എന്ന് വിളിക്കുന്നത് പോലെ, നമ്മൾ ഉപ്പാപ്പാന്ന് വിളിച്ച് ആദരിക്കുന്നത് പോലെ അള്ളാഹു ആദരിച്ചു, അള്ളാഹു ബഹുമാനിച്ചു. അതാണ് നമ്മുടെ മുന്നിലുള്ള മാതൃക. അള്ളാഹുവിലൂടെ, പിന്നെ റസൂലുള്ളാഹിനെ ആദരിച്ച സഹാബാക്കളിലൂടെ. അല്ലേ? നബിന്റെ സുന്നത്തിനെയാണ് ബഹുമാനിക്കേണ്ടത്, നബിന്റെ ചര്യയാണ് നമ്മൾ മുറുകെ പിടിക്കുക, അല്ല നബിന്റെ ശരീരത്തെ തന്നെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുമരത്തിൽ കയറുമ്പോ മുഹമ്മദ് നബിയെ പകരം വെക്കാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചപ്പോ ഇല്ല, എന്തിനു വെറുതെ ജീവൻ ബലിയെടുക്കണം, ആ മുഹമ്മദ് നബിയെ വേണേ കയറ്റിക്കോ, സുന്നത്തിനെ തുടരുതേ എന്നല്ലല്ലോ ഹുബൈബ് തങ്ങൾ പറഞ്ഞത്. നോക്ക് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല ചർച്ചകൾ നമ്മുടെ ഈ സദസ്സിന് കേൾക്കട്ടെ. അതിനുള്ള എല്ലാവിധ കഴിവും തൗഫീഖും അള്ളാഹു ബഹുമാനപ്പെട്ട രണ്ട് ഉസ്താദന്മാർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ വരുന്ന 31-ാം തീയതി ശനിയാഴ്ച രാത്രി 7 മണിക്ക് പട്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ബഹുമാന്യനായ സമസ്തയുടെ വർത്തമാനകാല പ്രഭാഷകൻ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവറുകൾ